ഹായ് ഹലോ എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഹെബൂട്ടനും ഇച്ചുവും ഹെലമോളും ഹെയ്ഡാപ്പിയും ഞങ്ങളെല്ലാവരും സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി താഴേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ കാറിലേക്ക് കയറാൻ പോവാണ്. ഹെലമോടെ സ്കൂളിൽ ഹെലമോക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലിടാം. നിർബന്ധമൊന്നുമില്ല പക്ഷേ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടേന്ന്, പക്ഷേ എന്നാലും ആ അറ്റയർ ഒന്ന് കിട്ടുമോ നമുക്ക് നോക്കണം. ഉള്ളവരിട്ടോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ചെറിയ ഷോപ്പുകളിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അത് കിട്ടുമോ അത്. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ ഇതാ ഞങ്ങൾ പൊക്കോട്ടിരിക്കുകയാണ്. സമയം ഉച്ചയായി കേട്ടോ. കാരണം ഈ ഉച്ചയ്ക്ക് വന്ന് ഉണ്ണാൻ വേണ്ടിയിട്ട് എൻ്റെ പിള്ളേരെല്ലാവരും ഹലോ അങ്ങനെ ഞങ്ങൾ തന്നെ നെസ്റ്റോയിലെത്തി കേട്ടോ. നെസ്റ്റോയ്ക്കകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്താ നമ്മൾ നെസ്റ്റോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പോകണം ലിഫ്റ്റിലോട്ട് നടക്കും കേട്ടോ. ഹെയ്ഡാപ്പി അപ്പുറത്ത് വഴി കണ്ട് പോയി, എസ്കലേറ്ററിലും കണ്ട് കയറിപ്പോയി. നമുക്ക് ആദ്യം ഇവിടുന്ന് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും എടുക്കാം, നാളെ കൊടുത്തു വിടാനായിട്ടുള്ള. ആ ഇതുണ്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ലിഫ്റ്റിനകത്തെത്തി കേട്ടോ. ഇതിനകത്തൊരു വലിയ ക്യാമറ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു. സോറി, ക്യാമറ അല്ല, കണ്ണാടി ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ വേണ്ടേ എല്ലാവരും കാണാൻ വരുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. ഞങ്ങളിതാ ഇവിടെ വന്നിറങ്ങിയപ്പോണ്ട് ഇതേണ്ടേ ഹെയ്ഡാപ്പി നമ്മൾ അന്വേഷിച്ച് എസ്കലേറ്ററെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നു വന്നു. നമുക്ക് പോയിട്ട് ഒരു ട്രോളിയൊക്കെ എടുക്കാം. നമ്മളൊരു ചെറിയ ട്രോളിയൊക്കെ എടുത്തിട്ട് ഹേബിലോട്ടിനെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യും ഇരിക്കാൻ. കാരണം നമുക്ക് ഹേബിലോട്ട് എടുത്തോണ്ട് നടക്കുന്ന അവൻ കാഴ്ചയൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഹെലമോക്കുള്ള കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ അറ്റയറിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തായാലും പറയുക, തലയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. എനിവേ കിട്ടുമെന്നറിയില്ല. എനിവേ പോയി നോക്കാം. ഹെബൂട്ടിന് അവിടെ പോവാ. ഹെബൂസ് എടുപ്പുവാ. അങ്ങനെ ഇതാ നമ്മുടെ കുറേ ട്രോളികളൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്കിനി ഹെബൂട്ടിനെ എടുത്തതാണ്ട് നമ്മൾ ട്രോളിയിൽ വെച്ച് കേട്ടോ. ഇതൊരു അടിപൊളി വഴിയാണ്. കാരണം ഇതാകുമ്പോഴത്തേക്കും ഇതിനകത്ത് ആളിങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. അടുത്ത ആൾ കയറി, അടുത്ത ആളും കയറി. ഇല്ലില്ല, കയറി 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 ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാ പോണു. ഇങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിങ്ങിന് ഇവിടെ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ വിചാരിച്ചതാ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വില കുറഞ്ഞപ്പോൾ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ഇങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു സാധനം ആദ്യമായിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങളൊരു വെറ്റ് വൈപ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല ഓഫറാണല്ലോ. എടുത്തു വന്നായിരുന്നു. ക്ലീൻ കൂൾ. 2 എടുത്തോ. അല്ല വേണ്ട, ഒരെണ്ണം മതി. ഒരെണ്ണം എടുക്കാം. മണം ഏതിനാന്ന് എങ്ങനെ അറിയും? ഇങ്ങനെയുണ്ട്, കുഴപ്പമില്ലായിരിക്കും, നല്ലതായിരിക്കും. ഒരെണ്ണം എടുത്തോന്നോ. ഓക്കെ. വാട്ട് ദിസ് വൺ? 399 ഓഫർ. എന്താ ഹെബൂട്ടാ? ഓക്കെ, നമുക്ക് എന്താ എടുക്കണ്ടേ? പേസ്റ്റ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ തൻ്റെ പിള്ളേരുടെ പേസ്റ്റിൻ്റെ സെഷനിലെത്തി. നോക്കിയിട്ട് എടുക്കണം കേട്ടോ, ബ്ലാക്ക് ഉള്ളത് എടുക്കല്ല. സിഗ്നൽ നല്ല പേസ്റ്റാന്ന് തോന്നുന്നു ചേച്ചു. ബ്ലൂ ആണോ? പക്ഷെ എനിക്കത് ബ്ലൂവും കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. ഗ്രീൻ തന്നെയാണ്. ആ ഗമ്മൊന്ന് നോക്കോ. കോൾഗേറ്റോ? ആ ഗ്രീനാ, കോൾഗേറ്റ് ഗ്രീനാ. എടുത്തോ. ഓക്കെ. മാമായർത്ത് ഒത്തിരി നല്ലതാടാ. മാമായർത്ത് ഇപ്പം ഏതാ ഉപയോഗിക്കുന്നത്? സ്ട്രോബെറി ഫ്ലേവറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്രാവശ്യം മാമായർത്ത് മേടിക്കാം. ആക്ച്വലി ഹെയ്ഡൻ്റെ ഹെലൻ്റെ ഒക്കെ പല്ലിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല പേസ്റ്റാണ് കേട്ടോ ഇവർക്ക് വേണ്ടി വാങ്ങിക്കുന്നത്. അങ്ങനെ ഇതാ ഇച്ചു ഒരു സെഷനിൽ എടുക്കുന്ന സാധനങ്ങൾ, ഞാൻ വേറൊരു സെഷനിൽ സാധനങ്ങൾ എടുക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കാണാവേ. അങ്ങനെ ഞാനിത് എൻ്റെ ഹിറ്റിനോട് ജോയിൻ ചെയ്തു. ഞങ്ങളിവിടെ ടിഷ്യൂസ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ ഫേഷ്യൽ ടിഷ്യൂസ് എടുക്കാൻ വേണ്ടി വന്നാൽ നോക്കട്ടെ. ഏതാ കിട്ടിയോ?
ഇവാ ഇതാ ഇതെടുത്തു. ഓക്കെ ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചിപ്സോ? ചിപ്സ് എടുക്കാം. സത്യത്തിൽ നമ്മൾ ചിപ്സ് തപ്പി വന്നോ, പക്ഷെ ചിപ്സ് കിട്ടിയിട്ടില്ല. നോക്കട്ടെ, ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും നോക്കിയിട്ട് പോവാം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതാണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കെലോഗ്സ് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമുക്ക് പിള്ളേർക്ക് പാലിലൊക്കെ ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്കോ ഫ്ലേക്സ് എടുത്ത് കേട്ടോ. വേണ്ട, ഇവിടെ ഇരുന്ന് തിന്നുന്നുണ്ട് രണ്ടുപേരും. ഇതെന്നെ തിന്നുന്നത് എവിടെ? കൈ എന്താ ബ്ലൂ കളർ ആയിരിക്കുന്നത്? എന്താ മുട്ടായിയാണോ? അച്ചച്ച മുട്ടായി തന്നോ മോനാ? ഓക്കെ, ഒരു മിനിറ്റ്, മുട്ടായി വായിലിട്ടാലിട. കൈ കാണിച്ചെന്തമ്മേ? ഇത് വയ്ക്കേ, ഇതിനകത്ത് വയ്ക്കേ. ഈ ഒരു സാധനം കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടൂലേ, ഈ ആട്ട കൊണ്ട് നമ്മൾ എടുക്കൂലേ, അതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കുട്ടിത്തിരി വാങ്ങിച്ചു. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഏരിയയിലെ ഷോപ്പിംഗ് ഞങ്ങളുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുന്നത്, ഇവർക്ക് ഇഷ്ടമുള്ളൊരു ബണ്ണുണ്ട് ഇവിടെ. അത് നാട്ടിൽ കിട്ടുന്നതാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ അപ്പക്കുട്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ബേക്കറി മാത്രമാണ് നമ്മളത് കണ്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു. ഹെയ്ഡിനത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ ഹെയ്ഡാപ്പിയും കൂടെ ആ ഒരു ചിപ്സ് എടുത്തിട്ട് വരട്ടെ. അല്ല സോറി, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബണ്ണ് എടുത്തിട്ട് വരാമേ. ഇതാണ് കേട്ടോ ആ പറഞ്ഞ ബ്രെഡല്ല ബണ്ണ്. ഇതിനകത്ത് കുറച്ച് എന്താ പറയുക ചോക്ലേറ്റ് മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേണ്ടേ നമ്മുടെ ഒരാളെ ഇവിടെ പരിചയപ്പെട്ടു കേട്ടോ. ఏంటండి? లేదు ఇది 7 కావాలని చెప్తున్నారు. 7 ఎందుకని అడుగుతుండే, వాళ్ళ స్కూల్ కావాలని చెప్తున్నారు. ఒక్కటే ഒന്ന് മതിയില്ലേ? പോരാ, 7 വേണ്ട. ఓకే, ఒక్కటి కూడా ఇవ్వండి, ఇంకొకటి ఇవ్వండి. అంటే ప్యాక్ చేయాలండి? ప్యాక్ చేయాలా? దాంట్లో ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചേട്ടനെ അറിയാട്ടോ. ഞാൻ ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് തെലുങ്ക് അറിയാവുന്നതുകൊണ്ട് ഈസിയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സബ്സ്ക്രൈബ് ചെയ്യണ്ടി. ഒന്നു ചീറ്റ അവസരമില്ല. അങ്ങനെ ഞാൻ തന്നെ വേറെ ഒന്നും കൂടെ വാങ്ങിച്ചോട്ടോ. ഇങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. തന്നെ ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ, വെറൈറ്റി. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല. അതെന്താ? രാജസ്ഥാനാണ്. ఓకే, కొంచెం సబ్స్క్రైబ్ చేయండి. ఓకే 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 ఓకే. లీనా టీజో ఫ్యామిలీ వ్లాగ్. ఫ్యామిలీ వ్లాగ్. సరే అండి, సరే అండి, താങ്ക് യു. അങ്ങനെ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ അവിടെ കണ്ടു കേട്ടോ. പുള്ളിക്കാരൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു ചെറിയ കൗതുകം. സോ എന്തായാലും എനിവേ ഞങ്ങൾക്ക് ഭയങ്കര സാധനങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ ടിജോ ഒക്കെ ചിപ്സ് എടുക്കുന്നിടത്തേക്ക് പോയിരിക്കുവാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇതാ ഞങ്ങൾ 2 കുഞ്ഞ് ചിപ്സ് എടുത്തു കേട്ടോ. നമുക്ക് നാളെ സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അതാർക്കാ? ഓക്കെ, 2 എണ്ണം കൂടി എടുത്തു ഹെയ്ഡിന് വേണ്ടിയിട്ടും കൂടെ. അങ്ങനെ നമ്മൾ നമ്മുടെ നെസ്റ്റോയിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് ശേഷം നമ്മൾ ഹെലൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. കോസ്റ്റ്യൂം നോക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇനി ബില്ലിംഗ് സെഷനാണ്, വേറെ ഒന്നും കാണാനിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഞാൻ തന്നെ വീണ്ടും 2 സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് പോയിട്ട് ബില്ല് ചെയ്യുവാണ്. അപ്പോൾ ഇനി ഹെലൻ്റെ കോസ്റ്റ്യൂം കിട്ടുമോ നോക്കാം, അവിടെ ചെന്നിട്ട് കാണാം. ഈ സംഭവം എന്താ കിടക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതെ എന്ത് സാധനമാണ്? നമ്മുടെ നാട്ടിലെ ഈ സംഭവമാണ് നമ്മുടെ നിലക്കടല. നോക്കിക്കേ കിടക്കുന്നത് എന്തോരമാണ്. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലേ പപ്പ ഇത്തിരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് മമ്മി ഇതൊക്കെ വറുത്ത് തന്നെ ഞാൻ ഓർക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരേ. ഇതുണ്ടോ ഇതിനകത്തുണ്ട്. ലെറ്റ് മീ ചെക്ക്. ഇതിനകത്തുണ്ട് കണ്ടോ. ഇത് നമ്മൾ വറുത്തിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇതാണ്ട് കൗതുകകരമായ ഒരു കാഴ്ചയും കൂടെ കണ്ടുകൂടെ വന്നപ്പോഴത്തേക്ക് ഇതുണ്ട് ഒരുപാടെണ്ണം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മൾ വിചാരിച്ചത് ഈ ബ്രോക്കോളി എടുക്കുന്നുണ്ട്. ബ്രോക്കോളി ഇത്തിരി ബ്രോക്കോളി എടുക്കാമെന്ന് വിചാരിച്ചേ. ഇത് കണ്ടോ, ഫലം കാണിക്കുന്ന പണിയുണ്ട്. ബ്രോക്കോളി കൈ പിടിച്ച്. ദിസ് ഈസ് ഹെൽത്തി ഫുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ സ്ട്രോബെറി ഇരിപ്പുണ്ട്, പക്ഷെ വിലക്കുറവൊക്കെയാണ്. പക്ഷേ ഇത് കഴിക്കാൻ എന്തോ ഒരു മൂഡ് തോന്നില്ല. പക്ഷെ ഒരെണ്ണം എടുക്കട്ടെ ചേച്ചാ? ഒരെണ്ണം എടുക്കട്ടെ? ഒരെണ്ണം എടുക്കാം. ഓക്കെ, നമുക്ക് ഒരെണ്ണം എടുക്കാം നല്ലത് നോക്കിയിട്ട്. ഓക്കെ, ഇതെടുക്കാം. നമ്മൾ കാണിക്കേ. അങ്ങനെ ഞങ്ങൾ തലേ വെക്കുന്ന ഒരു ട്രഡീഷണൽ ഒരു സംഭവം വാങ്ങിച്ചു. ഇനി ഇവക്ക് പറ്റുന്നൊരു കുഞ്ഞൊരു ഉടുപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, ആക്ച്വലി ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, പക്ഷേ ഇവക്ക് ചേരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു
ഈ ഒരെണ്ണം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിക്കും. അപ്പോൾ നാളെ ഇത് ഇടിച്ചിട്ട് വിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, കാണിച്ച മോളെ. അപ്പം ഇതൊക്കെ എടുത്തിട്ട് പോവാം. എന്നിട്ട് നാളെ ഞാൻ ഇവളുടെ ഫുൾ അറ്റയർ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എനിവേ, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. അപ്പം നാളെ രാവിലെ പോകുന്നതും കൂടി സ്കൂളിലേക്ക് പോകാണ്ട് ഒരുങ്ങുന്നതും കൂട്ടി ഇടാവേ. അപ്പോൾ ഷോപ്പിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നലെ വാങ്ങിച്ച കോസ്റ്റ്യൂമാണ് ഇത്. ഇനി നമ്മൾ തലയിൽ ഒരു സംഭവം കൂടെ വെക്കണം. ഇനി ഇതാണ് കേട്ടോ ഇവരുടെ ഒരു ട്രഡീഷണൽ ഒരു സംഭവമാണിത്. ഇത് ഇങ്ങനെ നമ്മൾ തലയിൽ വെക്കും. ഓക്കെ, നമുക്കിങ്ങനെ തലയിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിങ്ങനെ വീഡിയോസ് റെഫറൻസ് എടുത്തിട്ടാണ് ഇത് വാങ്ങിക്കാൻ പോയത്. ഇങ്ങനെ ഇരിക്കും. കാണിച്ചേ, തിരിഞ്ഞെന്നെ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് റെഡിയായി വരുന്നത്. തിരിഞ്ഞ് ഇതിങ്ങനെ തലയുടെ പുറകെ വഴി. ശരിക്കും പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഗോൾഡാണ്. ഇത് ഗോൾഡ് അല്ല കേട്ടോ. നമുക്കിവിടെ ഫാൻസി ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഇന്നലെ നമ്മൾ പോയി വാങ്ങിയില്ലേ, അതാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചുമയൊക്കെയുണ്ടല്ലോ. നമ്മളുടെ ഇന്നത്തെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഹെലമോൾ ഇന്ന് ഇങ്ങനെ പോയിട്ട് നോമ്പിന് മുന്നേ ആയിട്ടുള്ള ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇവർ ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത സ്വീറ്റ്സും ഈ ഒരു കോസ്റ്റ്യൂമിലും ഹെലമോൾ പോകും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വലിയ മാലയും വലിയ കമ്മലും ഒക്കെ ഇടും. പക്ഷേ ഇതിപ്പോൾ സ്കൂളിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ട്രഡീഷണൽ ഡ്രസ്സും അതുപോലെ തന്നെ ഈ ഒരു തലയിൽ വെക്കുന്ന ഈ സാധനം വെച്ച് വിടാം. അപ്പം നിങ്ങൾക്ക് ഈ എന്താ പറയുക ഹെലമോൾ ഈ അറ്റയർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ please do like, share and subscribe. See you in another video. Bye bye.